വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട CPMന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിന് ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു സുതാര്യമായി നടക്കുന്ന ഒരു ടെൻഡർ പ്രക്രിയയിൽ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നടക്കുന്ന ഒരു ടെൻഡർ പ്രക്രിയയിൽ എങ്ങനെയാണ് അവിടെ അഴിമതിക്ക് കളം വരുക എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഭരണസമിതി ഒന്നിച്ചൊരു തീരുമാനമെടുക്കുന്നു. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെൻഡർ നടപടികളെ ഇവർ ഇന്നലെ ഉന്നയിച്ച ആരോപണം 13-ാം തീയതി 14-ാം തീയതിയാണ് ടെൻഡർ ഓപ്പൺ ചെയ്യുക. 13-ാം തീയതിയിലെ പത്രത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യം കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾ വിൻഡോ പരസ്യം കൊടുത്തിട്ടുള്ളത്, നമ്മൾ പത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ വിൻഡോ പരസ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് 9-ാം തീയതി ദിനപത്രത്തിൽ നമ്മൾ വിൻഡോ പരസ്യം കൊടുത്തു. വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് CPMന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2.81 കോടിയുടെ പ്രവർത്തനത്തിൽ 25 ലക്ഷത്തിന്റെ അഴിമതി നടന്നുവെന്ന തരത്തിലാണ് CPM ആരോപണം ഉന്നയിച്ചത്. എന്നാൽ പ്രവൃത്തി സർക്കാർ മാനദണ്ഡ പ്രകാരമാണ് ടെൻഡർ ക്ഷണിച്ചെന്നും അധികൃതർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി, വൈസ് പ്രസിഡന്റ് റജി ജോസഫ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജയ്മോൾ വർഗീസ്, സിന്ധുരാജൻ, അംഗം അബ്ദുസമദ് യാച്ചേരി എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.